ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ നമ്മളൊരു ഹോട്ടലിലേക്കാണ് വന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഇവർക്ക് ചോറാണ്. 3:30 കഴിഞ്ഞാൽ നമുക്ക് ചോറ് കിട്ടില്ല. അപ്പം നമ്മൾ വേഗം തന്നെ വന്നു ചോറും മീൻകറിയും വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നത്. മുമ്പ് നമ്മൾ മുട്ട പുഴുങ്ങിയതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ സാമ്പത്തികം അതിനെ അനുവദിക്കുന്നില്ല. അപ്പം നമ്മൾ മീൻചാറ് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം മുതൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക. കാരണം എന്നെ സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ വീഡിയോ കണ്ട് സഹായിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, സർജറിയും കാര്യങ്ങളൊക്കെ. അതേ മീൻകറി നമ്മൾ ചോറ് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ നമ്മുടെ രാജപാളയത്തിൻ്റെ അടുത്ത് പോവാം. അവനെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ. അവനിപ്പോൾ അവിടെ കിടക്കുന്ന സ്ഥലം മാറിയാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ദേ കണ്ടോ, ഇപ്പോൾ ഇവന് നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് തുറിച്ച് നോക്കുന്നുണ്ട്. ഞാനെന്തോ അപരാധം ചെയ്ത മട്ടില്ല കേട്ടോ. ഒരു പരിഹാസഭാവം. ഈ കുഞ്ഞിനെ കാണുമ്പോൾ അറിയാം അവനെ വീട്ടിൽ ആരോ വളർത്തി ഉപേക്ഷിച്ചതാണെന്ന്. പക്ഷേ എന്നിട്ട് പോലും ആൾക്കാർ നമ്മളൊരു പരിഹാസവും തോടുകൂടിയാണ് നമ്മളെ കാണുന്നതും നോക്കുന്നതും. ഒരു മറയിലേക്ക് വിളിച്ചിട്ട് ഒളിച്ചും പാത്തുമാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. പക്ഷേ ആളുകൾ എന്തോ വലിയൊരു അപരാധം ചെയ്യുന്ന പോലെയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വന്നത് പോപ്പിമോൻ്റെ അടുത്താണ് കേട്ടോ. പോപ്പിമോൻ എൻ്റെ വണ്ടിയുടെ ചകലേന്നറിയാം. എന്നേക്കാൾ നന്നായി എൻ്റെ വണ്ടിയുടെ സ്വരവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എത്ര അകലെയാണെങ്കിലും അവരുടെ അടുത്ത് ഓടി വരും. പോപ്പിക്കുഞ്ഞ് കുറേ നേരം ബഹളം ഉണ്ടാക്കുന്നു. അവനൊരു വീട്ടിൽ വളർത്തുന്ന ഡോഗാണ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം പലരുടെയും ധാരണ നമ്മൾ വീഡിയോസും ഫോട്ടോസും എടുക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് പല നേട്ടങ്ങളുണ്ട്, വരുമാനങ്ങളുണ്ടെന്നാണ്. നമുക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരും മനസ്സിലാക്കുക. എനിക്കൊരു വരുമാനം പോലും ഇല്ല. എനിക്ക് വീഡിയോ ഒന്നും കൃത്യമായിട്ട് ഇടാൻ പറ്റുന്നില്ല. അണിയറയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവരെ രക്ഷിക്കാനാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് ഒന്നും വീഡിയോസ് കൃത്യമായിട്ട് ഇടാൻ പറ്റുന്നില്ല. എൻ്റെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, അനുകൂലമല്ല. അപ്പോൾ നിങ്ങൾ എന്നെ കണ്ട് സഹായിക്കുക, വീഡിയോ കണ്ട് സഹായിക്കുക. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്നെ സഹായിക്കുക. അതുമാത്രമാണ് എൻ്റെ ലാഭം, എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അല്ലാതെ എനിക്കൊരു വരുമാനം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഡോറമോളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഡോറയ്ക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. എങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടി ചോറ് ഞാൻ അവൾക്ക് കൊടുക്കും. പിന്നെ നമ്മുടെ ശോശുമോൾ കേട്ടോ. ശോശുമോൾ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. ശോശുമോൾക്ക് വെള്ളം അവിടെ തൊട്ടപ്പുറത്ത് ഒരു പെട്രോൾ പമ്പിൽ വെള്ളം വെച്ചിരുന്നതാണ്, അവർ കൊടുത്തിരുന്നതാണ് ആദ്യമൊക്കെ. പക്ഷേ ഇപ്പോൾ അവളെ അടുപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ഒരു ബോക്സിൽ ഒരു മറയിലാക്കി വെച്ചിരിക്കുന്നതാണ്. കാരണം ആൾക്കാർ കണ്ട എടുത്ത് കളയും. പിന്നെ ആക്രിക്കാർ കണ്ട അത് പെറുക്കി കൊണ്ടുപോകും. പിന്നെ അപ്പുറത്ത് കണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രെയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പാവം വെള്ളം ചിലപ്പോൾ ചൊറിയുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും പണ്ടത്തേലും മിടുക്കത്തിയായി എന്ന് അവിടെയുള്ള കുറച്ച് പേരൊക്കെ സ്നേഹിക്കുന്നവരുണ്ട്. അവർ പറയുന്നുണ്ട് നല്ല മിടുക്കത്തിയായെന്നും. അപ്പോൾ ഇപ്പോൾ ഞാൻ അതുകൊണ്ട് അവൾക്ക് ഡോഗ് ഫുഡ് വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. കാരണം എപ്പോഴും വെള്ളം കുടിക്കേണ്ട അവസരം ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഞാൻ ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളം മാത്രമാണ് അവൾ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലിപ്പോൾ ചോറാണ് അവൾക്ക് എത്തിക്കുന്നത്. മരുന്നും കൊടുത്തിട്ടുണ്ട്. നല്ലോണം ദാഹമുണ്ട്. ചില സമയത്ത് 10-20 മിനിറ്റ് നിന്നോള് വെള്ളം കുടിക്കുന്ന കാണാം. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ കുട്ടപ്പായെന്ന് ഞാനിവൻ്റെ പേരിട്ടിരിക്കുന്നത്. നമ്മൾ കണ്ണിന് കാഴ്ചയൊക്കെ പോയ നമ്മൾ രക്ഷിച്ചൊരു കുഞ്ഞാണ്. ഒരുപാട് പണം നമ്മൾ ഈ കുഞ്ഞിന് വേണ്ടി ചിലവാക്കി. അപ്പോൾ ഞാനിപ്പോൾ ചോറാണ് ആദ്യം കൊടുത്തത്. അതിനുശേഷം ഞാൻ പെഡിഗ്രി ഡോഗ് ഫുഡ് കുതിർത്തി കൊണ്ടുവന്നു, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റസ്ക്, പാല് എല്ലാം കൊടുത്തിട്ടാണ് പോകുന്നത്. കാരണം കുഞ്ഞിന് ഒരുപാട് നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് 10-25,000 രൂപയോളം ചിലവായി. അതിനുശേഷം ഹോസ്റ്റലിൽ നിർത്തി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവനും ഏകദേശം 35,000-ൽ കൂടുതൽ ചിലവായി. അപ്പോൾ ഞാൻ അതുകൊണ്ട് നല്ല ആഹാരം തന്നെ അവന് കൊടുത്തിട്ടാണ് പോരുന്നത്. ഒരു നേരമാണ് കൊടുക്കുന്നത്. പിന്നെ ഇത്തിരി മുറിവൊക്കെ ഉണ്ട്, അത് കരിയാനായിട്ട് ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അളവ് വളരെ കുറച്ച്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല. പിന്നെ ഈ കുഞ്ഞതേ കണ്ട് ഞാൻ പോയപ്പോൾ ഓടി വരാനിട്ട് ഞാൻ അവനെ കാണാതെ പോയത് എൻ്റെ വണ്ടിയുടെ പിന്നാലെ വരാതിരിക്കാൻ. നല്ല സ്നേഹമുള്ളൊരു കുഞ്ഞാണ് കേട്ടോ. ഇത് മാത്രമുള്ള എനിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ. എനിക്ക് സാഹചര്യം ഒന്നും ഒട്ടും അനുകൂലമല്ല, നിങ്ങൾ കാണുന്ന പോലെയല്ല എൻ്റെ അവസ്ഥ. എന്നാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും എന്നെ വീഡിയോ കണ്ട് സഹായിക്കുക. എൻ്റെ ചെയ്യുന്ന പ്രവൃത്തിയിൽ സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ സഹായിക്കുക. ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി. പിന്നെ ഇത് നമ്മുടെ ജൂലി 2 ആണ്. ഇവൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് കേട്ടോ. എങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടി ചോറോ ഡോഗ് ഫുഡോ ഞാൻ അവൾക്ക് കൊടുക്കും. ഡോഗ് ഫുഡ് അതേ തട്ടി താഴെയിട്ട് അവിടെ നിന്ന് തിന്നാൻ കേട്ടോ. കൊതിച്ചാണ് അവൾ അവിടെ പ്രസവിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ എവിടെയൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. അവിടെ ഒരാൾ ഇവൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നടന്നു തുടങ്ങുമ്പോൾ പിച്ച് വെച്ച് തുടങ്ങുമ്പോഴേക്കും എടുത്ത് കള്ള് കുടിക്കാൻ വിറ്റ് പലർക്കും എടുത്ത് കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. പെൺകുഞ്ഞുങ്ങളെയൊക്കെ അയാൾ എവിടെയെങ്കിലും കൊണ്ടാക്കി കൊടുക്കും. പാവം, അവളെയും നമുക്ക് രക്ഷിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ എൻ്റെ ഒപ്പം നിന്നാലാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കൊരു വരുമാനം, ജോലിയോ ഒന്നുമില്ല. ആകെ നമ്മൾ ഈ
വീഡിയോ ഇടുന്നതും ഇവരുടെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് മാത്രം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. ഈ കുഞ്ഞുങ്ങളുള്ളത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കുഞ്ഞുങ്ങളൊരു പറമ്പിൽ നമ്മൾ നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ 3 മാസത്തോളമായി. കുഞ്ഞുങ്ങളാരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവരാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ നമ്മൾ വഴക്ക് പറയുകയാണ്. അവിടെ ഫാമൊക്കെ ഉണ്ട്, ചിക്കൻ സെൻ്ററൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ കോഴികളെ പിടിക്കുമെന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് നമുക്ക് കുഞ്ഞുങ്ങൾ അഡോപ്ഷൻ റെഡി ആയിട്ടുണ്ട്. അവിടെ സെൻറ്ററിൽ നിർത്തുന്നതാണ്. മന്ത്ലി നമ്മൾ പേ ചെയ്യണം, കൊണ്ടുപോകുന്നതിൻ്റെ ട്രാവലിംഗ് ചാർജ് കൊടുക്കണം. വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടില്ലാതെ എനിക്കൊന്നും പറ്റില്ല. കാരണം ഇപ്പോൾ തന്നെ ഞാൻ വല്ലാത്തൊരു നിരാശയിലാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. കാരണം ചിലവാക്കിയതിൽ കൂടുതൽ പണം നമുക്ക് ഓരോരുത്തരുമേയും ചിലവാക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക.